പലപ്പോഴും മാതാപിതാക്കൾ പറയാറുണ്ട്, എൻ്റെ കുട്ടി ഒരുപാട് സംസാരിക്കും, പക്ഷെ അത് എനിക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് സ്വാഭാവികമാണോ അതോ ചികിത്സ വേണ്ട കാര്യമാണോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സ്പീച്ച് ക്ലാരിറ്റി എന്താണ്, കുട്ടിയുടെ സ്പീച്ച് ക്ലാരിറ്റി കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവാം, സ്പീച്ച് ക്ലാരിറ്റി കൂട്ടാനായി വീട്ടിൽ ചെയ്യാവുന്ന എക്സസൈസുകൾ, പിന്നെ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, പിന്നെ എപ്പോഴാണ് നമ്മളൊരു തെറപ്പിസ്റ്റിന്റെ സഹായം തേടേണ്ടത്. ഫസ്റ്റ് നമുക്ക് സ്പീച്ച് ക്ലാരിറ്റി എന്താണെന്ന് നോക്കാം. സ്പീച്ച് ക്ലാരിറ്റി അഥവാ സംസാരത്തിലെ വ്യക്തത എന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്ര ഈസി ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ വ്യക്തമായ ഉച്ചാരണം, വേഗത, ശബ്ദം, ഇൻ്റണേഷൻ എല്ലാം ഉൾപ്പെടുന്നു. കുട്ടികളിലെ ലാംഗ്വേജ് ഡിലേയും സ്പീച്ച് ക്ലാരിറ്റി പ്രോബ്ലവും രണ്ടും വ്യത്യസ്തമാണ്. സാധാരണ ഒരു 2 വയസ്സായ കുട്ടി സംസാരിക്കുമ്പോൾ കുട്ടിയെ പരിചയമില്ലാത്ത ഒരാളാണ് കേൾക്കുന്നതെങ്കിലും കുട്ടി സംസാരിക്കുന്ന കാര്യങ്ങളിലെ 50% കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കണം. ഇനിയിപ്പോൾ അതൊരു 3 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ 75% മനസ്സിലാക്കണം. ഇനി ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ സംസാരത്തിലാണെങ്കിൽ ചെറിയ തെറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇനി നമുക്ക് കുട്ടികളിലെ സ്പീച്ച് ക്ലാരിറ്റി കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ വരുന്ന ഒരു കാര്യമാണ് ഓറൽ മോട്ടോർ ഇഷ്യൂസ്. നമ്മുടെ സംസാരത്തിന് ഉപയോഗിക്കുന്ന നാവ്, ചുണ്ട്, താടി ഇവയുടെയൊക്കെ കോർഡിനേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ അത് സ്പീച്ചിൻ്റെ ക്ലാരിറ്റീനെ അഫക്റ്റ് ചെയ്യും. ഇത് കൂടാതെ ചൈൽഡ്ഹുഡ് അപ്രാക്സിയോ സ്പീച്ച്, അതുപോലെ തന്നെ സ്പീച്ച് മസിൽസിൻ്റെ വീക്ക്നെസ്, ഓറൽ സെൻസറി ഇഷ്യൂസ് ഇവയെല്ലാം സ്പീച്ച് ക്ലാരിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ്. മറ്റൊന്നാണ് ഹിയറിംഗ് ഇഷ്യൂസ്. ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ ഇൻഫെക്ഷൻ വരിക, പ്രോപ്പറായിട്ട് കുട്ടിക്ക് കേൾക്കാനും സംസാരിക്കാനും പറ്റാതെ വരിക, ശബ്ദങ്ങൾ ശരിയായി കേൾക്കാതെ വരിക, ഇവയെല്ലാം സ്പീച്ച് ക്ലാരിറ്റിനെയും സൗണ്ട് പ്രൊഡക്ഷനെയും അഫക്റ്റ് ചെയ്യും. ഇതൊന്നും കൂടാതെ സ്പീച്ച് ക്ലാരിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊന്നാണ് സ്ട്രക്ചറൽ ഇഷ്യൂസ്. ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ് പോലുള്ള കണ്ടീഷൻ, ഡെന്റൽ മിസ്അലൈൻമെന്റ്, ജോ മിസ്അലൈൻമെന്റ്, അതുപോലെ തന്നെ ടങ് ടൈ പോലുള്ള കണ്ടീഷൻസ് ഇവയെല്ലാം കുട്ടികളുടെ സ്പീച്ച് ക്ലാരിറ്റിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം സ്പീച്ച് ക്ലാരിറ്റി ഇഷ്യൂസുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ക്ലാരിറ്റി ഇഷ്യൂസിനുള്ള ശരിയായ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു തുടങ്ങിയാണ് ആദ്യമേ ചെയ്യേണ്ടത്. ഇനി നമുക്ക് സ്പീച്ച് ക്ലാരിറ്റി കൂട്ടാനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഓപ്പൺ മൗത്ത് അപ്രോച്ച്. കുട്ടിയോട് വൈഡായിട്ട് മൗത്ത് ഓപ്പൺ ചെയ്യാൻ പറയുക. എന്നിട്ട് ലയൺ റോർ ചെയ്യുന്ന പോലെ ആ സൗണ്ട് പറയാൻ പറയാം. അതിനുശേഷം ആ, ഇ, ഉ, ബ, ഡ, മ പോലുള്ള സൗണ്ട്സ് പ്രാക്ടീസ് ചെയ്യുക. ഈ എക്സസൈസ് ജോ ഓപ്പണിംഗ് ഇംപ്രൂവ് ചെയ്യുകയും മഫിൽ സ്പീച്ച് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി മറ്റൊരു ആക്ടിവിറ്റിയാണ് മിറർ ടോക്കിംഗ്. ഇതിനായിട്ട് കുട്ടിയുമായിട്ട് മിററിൻ്റെ മുൻപിൽ നിൽക്കുക. അതിനുശേഷം കുട്ടിക്ക് വേർഡ്സ് സ്ലോലി പറഞ്ഞു കൊടുക്കുക വിത്ത് ഓപ്പൺ മൗത്ത് അപ്രോച്ച്. കുട്ടിയോടും ഇതുപോലെ തന്നെ പറയാൻ പറയുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി കുട്ടിക്ക് മൗത്ത് മൂവ്മെൻറ്റ്സിൻ്റെ അവയർനെസ് കൂടുകയും സൗണ്ട് പ്ലേസ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. മറ്റൊരു ആക്ടിവിറ്റിയാണ് ഓൾട്ടർനേറ്റിംഗ് സൗണ്ട് സീക്വൻസ്. കോർഡിനേഷനും ഫ്ലുവൻസിയും കൂട്ടാനുള്ള ഒരു എക്സലൻറ്റ് ടെക്നിക്കാണിത്. എക്സാമ്പിളായിട്ട് സൗണ്ട്സ് പ, ട, ക. പ സൗണ്ട് മൗത്തിൻ്റെ ഫ്രണ്ട് ഏരിയ യൂസ് ചെയ്യുന്നു. ട മിഡിൽ, ക സൗണ്ട് മൗത്തിൻ്റെ ബാക്ക് ഏരിയ യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് പ, ട, ക സൗണ്ട് ഇൻഡിവിജ്വലായിട്ട് പറയാൻ പറയുക. പിന്നീട് പട്ടക്ക 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 എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറയുക. ഈ ഓരോ സൗണ്ട്സും മൗത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് വർക്ക്സ് ഓൺ കോർഡിനേഷൻ, ക്ലാരിറ്റി ആൻഡ് കൺട്രോൾ ഓഫ് സ്പീച്ച് മസിൽസ്. ഇനി മറ്റൊരു ആക്ടിവിറ്റിയാണ് ചൂ ആൻഡ് ടോക്ക് ആക്ടിവിറ്റി. ഇത് ജോയുടെ സ്ട്രെങ്ത് കൂട്ടാനും മൗത്ത് അവയർനെസ് കൂട്ടാനുള്ള ഒരു എക്സസൈസ് ആണ്. അതായത് നമ്മൾ ഭക്ഷണം ചവയ്ക്കുന്നത് പോലെ ചവച്ചുകൊണ്ട് സംസാരിക്കുക. ഇനി മറ്റൊരു ആക്ടിവിറ്റിയാണ് സിലബിൾ ക്ലാപ്പിംഗ് ആക്ടിവിറ്റി. ഇത് സ്പീച്ചിൻ്റെ റിതം ഇംപ്രൂവ് ചെയ്യാനും റഷ്ഡ് സ്പീച്ച് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഓരോ സിലബിളിനും ക്ലാപ്പ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ബനാന എന്ന വേർഡ്, അതിലെ സിലബിൾസ് ബ, ന, ന ആണ്. സോ ബ, ന, ന. ഓരോ സിലബിളിനും ഓരോ ക്ലാപ്പ് വീതം കൊടുത്ത് സംസാരിക്കുക. ഇനി നമ്മൾ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. വലിയ കുട്ടികളെ പോലെ സംസാരിക്കുക, അല്ലെങ്കിൽ നീ പറയുന്നതൊക്കെ തെറ്റാണ്, ശരിയാക്കി പറയുന്ന ഫ്രീക്വൻ്റ് ആയിട്ട് കുട്ടിയോട് പറയാതിരിക്കുക. ഇങ്ങനെ പറയുന്നത് വഴി ഇത് അവരുടെ കോൺഫിഡൻസിനെ ലോവർ ചെയ്യുകയും അവർക്ക് സംസാരത്തിനോട് താല്പര്യമില്ലാതായി വരികയും ചെയ്യും. ഇനി എപ്പോഴാണ് ഒരു തെറപ്പിസ്റ്റിൻ്റെ സഹായം തേടേണ്ടത്? ഇപ്പോൾ ഒരു 3 വയസ്സായ കുട്ടിയെ അറിയാവുന്നവർക്ക് പോലും കുട്ടി എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് ഏതെങ്കിലുമൊക്കെ സൗണ്ട്സ് ഒട്ടും പറയാൻ പറ്റുന്നില്ല.
കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരിക, അല്ലെങ്കിൽ 4 വയസ്സുള്ള അല്ലെങ്കിൽ 5 വയസ്സുള്ള കുട്ടിയായിട്ടും കുട്ടിക്ക് പ്രോപ്പറായിട്ട് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം തേടണം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എക്സസൈസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ആക്ടിവിറ്റീസ് ഷെയർ ചെയ്യുന്നതാണ്.